ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാർട്ടിലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള തൊടുവരകൾ എന്ന ചോദ്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലാദ്യം പേജ് നമ്പർ 165-ലെ 3 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തിൽ 5 സെൻറ്റിമീറ്റർ വര, ഇവിടെ 5 സെൻറ്റിമീറ്ററിൽ ഒരു 2.5 റേഡിയസ് കൂട്ടിയൊഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു സർക്കിൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വൃത്തം വരച്ച് ഈ 2 അളവുകളും ഈ ഫിഗറിൽ എന്ത് ചെയ്യണം? വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 2.5 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇവിടേക്ക് കൂട്ടി വരച്ചിട്ടുണ്ട്. ഈ ലൈന് അതിന് ടാൻജൻറ്റ്, അതുപോലെ റേഡിയസ് ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ കൂട്ടി വരച്ചപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ചിത്രം വരയ്ക്കണം. ചിത്രത്തിൻ്റെ നമുക്ക് റേഡിയസ് എത്രയും തന്നിട്ടുണ്ട്? 2.5 ആണെന്ന്. അപ്പോൾ ആദ്യം 2.5-ൽ ഒരു സർക്കിൾ വരയ്ക്കുക. 2.5 കോമ്പസിൽ 2.5 എടുക്കുക, ഒരു വൃത്തം വരയ്ക്കുക. 2.5-ൽ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ 2.5 സെൻറ്റിമീറ്ററിൽ ഒരു റേഡിയസിൽ സർക്കിൾ വരച്ചു. അതിനുശേഷം ആ സർക്കിളുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് ഒരു 90 ഡിഗ്രി നമ്മൾ പ്രൊട്ടാക്ടറോ അല്ലെങ്കിൽ സ്കെയിലോ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ ലൈനിൻ്റെ മുകളിൽ ആ സർക്കിളിൻ്റെ സർക്കിളുമായി കൂട്ടിമുട്ടുന്ന 2.5 സെൻറ്റിമീറ്ററിലോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നോ ആ 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറുമായി ഒരു 5 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുക. ശേഷം സർക്കിളിൻ്റെ സെൻറ്ററും ആർക്കുമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ചെയ്തത് എന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയസ് മാർക്ക് ചെയ്തിട്ട് ആ സർക്കിളുമായി ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ 5 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കേണ്ടത്. ശേഷം കൂട്ടി യോജിപ്പിക്കുക. ഇതാണ് 1ാമത്തെ ചോദ്യം. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ 2ാമത്തെ ചിത്രം ജസ്റ്റ് റഫായിട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഒരു സർക്കിൾ വരച്ച് ഉള്ളിൽ റേഡിയസ് ഇല്ല, ടാൻജൻറ്റും ഈ സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വര ചെരിച്ച് വരയ്ക്കുക. ഏകദേശം ഒരു ചെരിവ് ഒരു വര വരയ്ക്കുക. ഒരു വര വരച്ച് ശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ശേഷം കോമ്പസിൽ ഒരു 2 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കി നോക്കുക, ഇവിടെ നല്ല ഇത്രയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത്രത്തോളം എന്ത് വരണം? ഒരു 2 സെൻറ്റിമീറ്റർ വരണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ചെരിവ് ഒന്നും കൂടിയും കുറച്ചെടുക്കുക. അപ്പോൾ കൂട്ടിയെടുത്ത് അപ്പോൾ കുറച്ചെടുക്കുക, എന്നിട്ടൊന്ന് വരച്ച് നോക്കുക. വരച്ച് ഇനി എന്ത് ചെയ്യുക? അത് 90 ഡിഗ്രി ആണെന്നൊന്ന് ഉറപ്പിക്കണേ. അതായത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കുകയും നല്ലത്. 90 ഡിഗ്രി. ഇനി ആദ്യം കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട്, നമുക്ക് അടിയിൽ 4 സെൻറ്റിമീറ്റർ എന്നറിയാം. അപ്പോൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്ത് ഒപ്പം 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് ഇങ്ങോട്ടും വരച്ചു. പരസ്പരം എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് പരസ്പരം കൂട്ടി യോജിപ്പിച്ച്. ഇനി അത് ചെരിവ് എടുക്കുന്നതിൻ്റെ വ്യത്യാസം കാരണമാണ് ചിത്രത്തിൽ
ചെരിവ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ പോയിന്റിൽ കൂടെ ഒരു വൃത്തം വരയ്ക്കുക. നമുക്ക് കുറച്ച് ഭാഗം എന്ത് വരണം, പുറത്തേക്ക് വരണം. അപ്പോൾ അതേപോലെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും, ഇത് 2 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കും. കുറച്ചൊരു ഭാഗം, ഇത്രയും ഭാഗം ഇല്ല ടെക്സ്റ്റ് ബുക്കിൽ, ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്കായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ ചെരിവെടുക്കലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ഫിഗർ നേരെയായിട്ട് എന്ത് തുടങ്ങും വരാം, സ്ട്രെയിറ്റിൽ ഈ ഫിഗർ നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം: വൃത്തത്തിന്റെ വ്യാസത്തിൽ രണ്ടറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് വരയ്ക്കുക. ഇനി അടുത്തത്, അപ്പം നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിന് രണ്ടറ്റങ്ങളിൽ വരുന്ന തൊടുവരകൾ, അതിന് PQ അതുപോലെ തന്നെ RS എന്ന് പേര് കൊടുത്ത്, ഇതിൽ ഒരു ഡയാമീറ്റർ ഉണ്ട് AOB. നമുക്ക് അറിയാം വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഡയാമീറ്ററും തൊടുവരയും പരസ്പരം 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ AB RSന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം AB പെർപെൻഡിക്കുലർ ടു RS. കാരണം എന്താണ്, ABയും RSും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം AB പെർപെൻഡിക്കുലർ ടു RS. അതുപോലെ നമുക്ക് പറയാം AB മറ്റൊരു ടാൻജൻ്റ് ആണ് PQ. അപ്പോൾ AB PQവിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. AB എന്ന് പറയുന്ന ഡയാമീറ്റർ RSനും PQനും പെർപെൻഡിക്കുലർ ആണ്. ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന 2 ലൈന്, ആ ലൈൻ എന്തായിരിക്കും, ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനുകൾ, ഈ 2 രേഖകളും പരസ്പരം എന്തായിരിക്കും, സമാന്തരമായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഈ 2 വരകൾ PQയും RSും എന്താണ്, സമാന്തരമാണ്. PQ പാരലൽ ടു RS എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഈ വൃത്തത്തിലെ പരസ്പരം ലംബമായ 2 വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാകുന്നത് ഏത് തരം ചതുർഭുജമാണ്? അപ്പോൾ നമുക്ക് മൂന്നാം ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വൃത്തത്തിലെ പരസ്പരം ലംബമായ 2 വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാകുന്നത് ഏത് തരം ചതുർഭുജമാണ്? അപ്പോൾ അതായത് ഒരു വൃത്തം വരച്ച് വൃത്തത്തിന് ചുറ്റും 4 വശങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. PSQR ഏത് തരം ചതുർഭുജമാണെന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി മുന്നത്തെ ചോദ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. AB എന്ന വ്യാസം PQ എന്ന തൊടുവരയ്ക്കും SR എന്ന തൊടുവരയ്ക്കും പരസ്പരം ലംബമാണ്. അപ്പോൾ നമുക്ക് പറയാം AB പെർപെൻഡിക്കുലർ ടു PQ, അതുപോലെ SR പെർപെൻഡിക്കുലർ ടു AB. നമ്മൾ തൊട്ട് മുന്നേ ചോദ്യത്തിൽ പഠിച്ചത് എന്താണ്, ലംബമാണെങ്കിൽ അവ എന്തായിരിക്കും, സമാന്തരമായിരിക്കും. അപ്പം നമ്മൾ ആദ്യം PQ പാരലൽ ടു SR എന്ന് എഴുതി. ഈ PQവും SRനോടും പാരലായിരിക്കും, അതുപോലെ CD യോടും പാരലായിരിക്കും. അപ്പോൾ CD എന്ന് എഴുതി. പാരലൽ ആണെങ്കിൽ ഈ PQവും CDയും SRും എന്തുമായിരിക്കും, ഈക്വലും ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം PQ ഈക്വൽ ടു CD ഈക്വൽ ടു SR. ഇനി അതുപോലെ അപ്പം നമ്മൾ എന്തെടുത്തത്, ഈ AB എന്ന ഡയാമീറ്ററിന് ഈ 2 വരകൾ, ഈ 2 തൊടുവരകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ CD എന്ന തൊടുവര PSനും QR-നും ലംബമായിരിക്കും. അപ്പോൾ CD പെർപെൻഡിക്കുലർ ടു PS, CD പെർപെൻഡിക്കുലർ ടു QR. അപ്പോൾ പരസ്പരം അത് എന്തുമായിരിക്കും, ലംബവുമായിരിക്കും, അതുപോലെ തന്നെ സമാന്തരമായിരിക്കും. അപ്പോൾ AB PS QR ഇവ മൂന്നും എന്താണ്, സമാന്തരമായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് തരം ചതുർഭുജമാണെന്നാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാതും എത്ര ഡിഗ്രി എന്നറിയാം, 90 ഡിഗ്രി വീതമാണെന്ന് അറിയാം. അപ്പോൾ 90 ഡിഗ്രി വീതമായി കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി
പി ക്യൂവും എസ് ആറും ഈക്വലാണ്, പി എസും ക്യു ആറും ഈക്വലാണ്. അപ്പോൾ ഈക്വലുമാണ് 90 ഡിഗ്രി ആണെങ്കിൽ ഏതായിരിക്കും? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ. അപ്പോൾ പി എസ് ക്യു ആർ ഒരു സമചതുരമാണ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? എല്ലാ വശങ്ങളും തുല്യമാണ്, കോണുകളൊക്കെ എത്രയാണ്? 90 ഡിഗ്രി വീതമാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ? 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ നമ്മൾ ആദ്യം വരച്ചു. ശേഷം ഓരോ സൈഡിൽ നിന്നും 120, 140, അതുപോലെ തന്നെ 80. 80ൻ്റെ ഇരട്ടി എത്രയാണ്? 160. നേരത്തെ ഞാൻ അറിയാണ്ട് 80ൻ്റെ എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 40ൻ്റെ ഇരട്ടി 80. ക്വസ്റ്റ്യനിൽ എത്രയൊക്കെയാണ്? 40, 60, 80. നമുക്ക് ഈ ചിത്രം വരയ്ക്കാനായിട്ട് ആദ്യം എന്താണ് വേണ്ടത്? ഒരു റഫ് ഫിഗർ ഞാൻ വരച്ചു. 40, 60, 80 ആംഗിളുകൾ വരണമെങ്കിൽ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യുക? 102 എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് 80 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 140 കിട്ടും. ഇനി ഈ ആംഗിൾ ആണെങ്കിൽ 180 നിന്ന് 60 മൈനസ് ചെയ്താൽ 120 കിട്ടി. ഇനി ഈ ആംഗിൾ ആണെങ്കിലോ 180ൽ നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 0, 8, 4 പോയി കഴിഞ്ഞാൽ 4, 140 വരും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് 80 മൈനസ് ചെയ്തപ്പോൾ ബാക്കി 100. ഇനി ഇവിടെ 60 വരണം. നമുക്ക് 60 കിട്ടണമെങ്കിൽ 180 നിന്ന് 60 കുറച്ചപ്പോൾ സെൻട്രൽ ആംഗിൾ 120. ഇനി 40 ആണെങ്കിൽ 180 40 പോയാൽ ബാക്കി 140. അപ്പോൾ ഞാൻ ആദ്യം സർക്കിൾ വരച്ചു, 2.5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി ആദ്യം ഇവിടെ നിന്ന് പ്രൊട്ടാക്ടർ വെച്ച് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. ശേഷം അതേ ലൈന് ഒരു ലൈന് വരയ്ക്കില്ലേ, അത് സെൻറ്റർ ആക്കി വരച്ചിട്ട് നമുക്ക് അടുത്തത് വേണ്ടത് 120 മാർക്ക് ചെയ്യുക, പിന്നെ 140 മാർക്ക് ചെയ്യുക. ശേഷം ബാക്കിയുള്ളത് എത്ര ഉണ്ടായിരിക്കും? 80 ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അത് വരയ്ക്കാം. അപ്പോൾ ആദ്യം എത്ര ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്? 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ശേഷം 140 ഡിഗ്രി, ബാക്കി എത്ര ഉണ്ടാവും? 100. ഇനി എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയറോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ട് ഓരോ ലൈനിനും 90 ഡിഗ്രിയിൽ ലൈന് നീട്ടി വരയ്ക്കുക. ഒന്നുകിൽ പൊട്ടാറ്റോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 90 ഡിഗ്രിയിൽ ഓരോ സൈഡിനും മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 90 ഡിഗ്രിയിൽ ഇതേപോലെ ലൈന് വരയ്ക്കുക ആദ്യം. ഇപ്പോൾ എന്ത് ചെയ്ത്? ആ റേഡിയസുകൾ വരച്ച് പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ആംഗിളും എത്ര ആയിരിക്കും എന്ന് എഴുതി വെക്കാം. 40, 140, ഇവിടെ എത്ര ആയിരിക്കും? 40, ഇവിടെ 80, ഒപ്പം ഇത് എത്ര ഉണ്ടായിരിക്കും? 60 ഡിഗ്രി ഉണ്ടായിരിക്കും. ഇതാണ് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നോക്കാം. പച്ച ചുവടെയുള്ള ചിത്രത്തിലെ ചെറിയ ത്രികോണം സമഭുജ ത്രികോണമാണ്. അതിൻ്റെ മൂലകളിൽ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ ത്രികോണം വശങ്ങൾ. അതിലെ ഒന്നാമത്തെ ചോദ്യം, വലിയ ത്രികോണം സമഭുജമാണെന്നും അതിൻ്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ 2 മടങ്ങാണെന്നും തെളിയിക്കുക. ഒപ്പം ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ ആയിട്ട് ചിത്രം വരയ്ക്കുക. ഇനി ഞാൻ ത്രികോണത്തിൻ്റെ പേര് കൊടുത്തു. PQR ABC എന്ന് പേര് കൊടുത്ത്. ഇത് 60 ഡിഗ്രിയാണ്, ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണ്, 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ സെൻറ്ററുമായി കൂട്ടി യോജിപ്പിച്ചാൽ ഇത് എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതായത് ഇരട്ടി ആയിരിക്കും, 120. അപ്പം നമുക്ക് പറയാം OAPB. OAPB ഇത് സെൻറ്റർ കൊടുത്ത് OAPB.
നോക്കാം. ഒ എ പി ബി നമുക്ക് എന്താന്ന് പറയാം? സൈക്ലിക് ആണ്. സൈക്ലിക് അഥവാ ചക്രീയമാണെന്ന് പറയാം. ചക്രീയം. അത് മാത്രമല്ല നമുക്ക് പറയാം ആംഗിൾ പി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180. അപ്പോൾ 180-ൽ നിന്ന് 120 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ പി എന്ന് പറയുന്ന ആംഗിൾ എത്രയായി? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാലും 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 120 ആകുമ്പോൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ സിമിലർലി നമുക്ക് എന്ത് പറയാം? ആംഗിൾ ക്യൂവും ആംഗിൾ ആറും എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാണ്? ഇതൊന്നും കൂടി സൈഡുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ചിത്രം ഒന്നും കൂടി റഫായിട്ട് വേറെ വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗം ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ വരച്ച ചിത്രം ഒന്നും കൂടി ഞാൻ വലുതാക്കി കാണിച്ചിട്ടുണ്ട്. ഇത് സെൻറ്റർ ഭാഗം O ആയിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് എത്ര ആയിരിക്കും? 120, ഇവിടെ 60. ഇനി ഇതും എത്ര ആയിരിക്കും? ഇവിടെ 120, 60. അപ്പോൾ 120, 60 ആവുമ്പോൾ ബാക്കി ഇത് എത്ര ആയിരിക്കും? 30 വീതം. 30 ഡിഗ്രി വീതം. ഒപ്പം എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ നമുക്ക് ഇത് 30 ആണെന്ന് കിട്ടി. ഇനി ഈ ടാൻജൻറ്റും ഇതുമായി ഉണ്ടാക്കുന്നതാണ് ഞാൻ പഠിച്ച് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? 90 ഡിഗ്രിയാണ്. ഇവിടെയും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ മൊത്തം 90 ഡിഗ്രിയിൽ 30 ഇവിടെയും പോയി. അപ്പോൾ ബാക്കി 90-ന്ന് 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 60 ഡിഗ്രി. അപ്പോൾ ഈ ചെറിയൊരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ചെറിയ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പം ഞാൻ ഈ ട്രയാങ്കിൾ PAB അതിൽ നിന്ന് ഇപ്പം എന്താ കിട്ടിയത്? 3 ആംഗിളും 60 ഡിഗ്രി ആണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു സമഭുജ ത്രികോണമായിരിക്കും. PBയും അതായത് AB എന്താണോ അത് തന്നെയായിരിക്കും PBയും PAയും. 3 ആംഗിളും 60 ഡിഗ്രി ആണെങ്കിൽ അവ എന്തായിരിക്കും? ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ സമഭുജ ത്രികോണമായിരിക്കും. അപ്പോൾ PAB എന്താണോ അത് തന്നെയായിരിക്കും ACRും BCRും. അപ്പോൾ നമുക്ക് എന്താണ്? ഈ 3 ട്രയാങ്കിളുകളും എന്താണ്? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അപ്പോൾ P മുതൽ A വരെ X എന്ന് എടുത്തു കഴിഞ്ഞാൽ A മുതൽ Q വരെ എന്തായിരിക്കും? X ആയിരിക്കും. ഇനി അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? അത് 2 ഇരട്ടിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ OAB എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ OABയും അതുപോലെ ആംഗിൾ OBAയും 30 ഡിഗ്രിയാണ്. OBയും അതുപോലെ PBയും പെർപെൻഡിക്കുലർ ആണ്. OAയും PAയും പെർപെൻഡിക്കുലർ ആണ്. അടുത്ത് നമുക്ക് ആംഗിൾ PBOയും അതുപോലെ തന്നെ ആംഗിൾ COPയും ആംഗിൾ OAPയും എത്രയാണ്? 90 ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്? 60 ഡിഗ്രിയാണെന്ന് കിട്ടി. ആംഗിൾ PBAയും ആംഗിൾ PABയും 60 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ PBA ഈക്വലാറ്റർ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണെന്ന് കിട്ടി. അപ്പോൾ ഓൾറെഡി PAQCയും therefore ത്രികോണം AQCയും ട്രയാങ്കിൾ BCRും
ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. ഇത് നമുക്ക് എന്താണ്, ഈ വലിയ വശത്തിൻ്റെ ഇരട്ടിയാണ് ചെറിയ വശത്തിൻ്റെ തെളിയിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ലെറ്റ് എ ബി എക്സ് ആണ് എടുത്തു. അതുപോലെ എ ബി എക്സ് ആണ്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എ ബി എക്സ് ആക്കിയിട്ട് എടുക്കുക. എ ബി ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എ ബി എക്സ് ആണെങ്കിൽ പി എയും എ ക്യൂവും എന്തായിരിക്കും എക്സ്. പി എ ഈക്വൽ ടു എ ക്യൂ ഈക്വൽ ടു എക്സ്. നമുക്ക് പറയാം പി ക്യൂ എന്ന് പറഞ്ഞാൽ പി എയും അതുപോലെ തന്നെ പി എ പ്ലസ് എ ക്യൂ ആണ്. അതായത് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x. അപ്പോൾ നമുക്ക് പറയാം ചെറിയ വശത്തിൻ്റെ ഇരട്ടിയാണ് വലിയ വശം. അല്ലെങ്കിൽ എ ബി എക്സ് എന്ന് എടുക്കാൻ കാരണം ഈ ഈക്വൽ ട്രയാങ്കിൾ 3 സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ എ ബി എക്സ് ആണെങ്കിൽ ഈ പി എ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. എ ക്യു എക്സ് ആയിരിക്കും. അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് എ ക്യു ആണ്. പി എ എന്ന് പറഞ്ഞാൽ പി ക്യു എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് എ ക്യു. അപ്പോൾ ഞാൻ എഴുതി പി എയും എ ക്യുവും എക്സ് ആണ്. പി ക്യു എന്ന് പറഞ്ഞാൽ പി എയും എ ക്യുവും തമ്മിൽ കൂട്ടിയതാണ്. അതായത് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായത്, ചെറിയ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ ഇരട്ടിയാണ് വലിയ ത്രികോണത്തിൻ്റെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, അടുത്തതായിട്ട് ഡ്രോ ദ പിക്ചർ വിത്ത് ദ സൈഡ്സ് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ ഓഫ് 3 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഫിഗർ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ എത്ര ആയിരിക്കണം, 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഇതേ ഫിഗർ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മാറ്റി വരയ്ക്കണം. അപ്പം നമുക്കതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാനായിട്ട് ആദ്യം 3 സെൻറ്റിമീറ്ററിൽ ഒരു ഈക്വൽ ട്രയാങ്കിൾ വരച്ചു. ശേഷം ഏതെങ്കിലും 2 സൈഡിനെ എന്ത് വരയ്ക്കുക, ഒരു ലംബ സമഭാജി വരയ്ക്കുക. ഇതൊരു സൈഡിന് ഞാൻ വരയ്ക്കുന്നുണ്ട്, സൈഡിന് വരച്ചു. ഒപ്പം ഞാൻ മറ്റൊരു സൈഡിന് ഈ സൈഡിനാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ വശത്തിനും വരയ്ക്കുക. പരസ്പരം എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഒപ്പം ഇവിടെ നിന്ന് ഇവിടോട്ടും വരയ്ക്കുക. എന്തിനാ വരയ്ക്കുന്നത്, നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് ഒരു വൃത്തം വരയ്ക്കുക. എന്ത് ചെയ്തു, വൃത്തം വരച്ചു. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്ത് 3 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചു. ശേഷം 2 വശങ്ങൾക്ക് ലംബസമഭാജി വരച്ചു. ശേഷം ലംബസമഭാജി വരച്ചതിന് ശേഷം സെൻറ്റർ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരച്ചു. നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നോക്കി വെക്കാം. ഈ ലൈന് ഈ എയുമായിട്ട് എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ശേഷം 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി ഈ ഓരോ ലൈനിനും, അതായത് ഞാൻ ഈ ഓരോ മൂലകൾക്കും ഞാൻ ഇവിടേക്ക് നീട്ടി വരച്ചു. ഓരോ മൂലകളിലും ഒരു ടാൻജൻറ്റുകൾ വരച്ച് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഒന്നെങ്കിൽ സെറ്റ് സ്ക്വയറോ അല്ലെങ്കിൽ പൊട്ടാക്ടറോ ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഓരോ മൂലയിലും 90 ഡിഗ്രി വരച്ച് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പുതിയൊരു ട്രയാങ്കിൾ കിട്ടും. ഇതാണ് 3ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യത്തിലെ സെക്കൻഡ് ചോദ്യം. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൻ്റെ 2 തൊടുവരകളും തൊടുന്ന ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങളാണ് ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കാം. 1ാമത്തേൽ ഒരു സർക്കിള്, ആ സർക്കിള് കൂട്ടി വയ്ക്കുന്ന 2 തൊടുവരകൾ, അത് സെൻറ്ററുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ പേര് കൊടുത്ത് എ പി ബി ഒ. നമ്മളോട് എ പിയും
അതുപോലെ തന്നെ പി ബിയും ഈക്വൽ ആണോ എന്നാണ് തെളിയിക്കുക. അതായത് പി എ എന്ന ടാൻജൻറ്റും പി ബി എന്ന ടാൻജൻറ്റും ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ട്രയാങ്കിൾ എടുത്ത് ട്രയാങ്കിൾ എ പി ഒ കോമ ട്രയാങ്കിൾ എ പി ഒ ബി ഈ 2 ട്രയാങ്കിൾ മുകളിലെയും താഴത്തെയും കൺസിഡർ ചെയ്ത് നമുക്ക് പറയാം എ ഒയും ഒ ബിയും ഈക്വൽ ആണ്. കാരണം എന്താ? റേഡിയസ്. ഒ എ ഈക്വൽ ടു ഒ ബി. കാരണം എന്താ? റേഡിയസ് അഥവാ ആരങ്ങൾ. ഇനി ഒ പി ഈക്വൽ ടു ഒ പി, 2 ട്രയാങ്കിളുടെയും കോമൺ ആയ സൈഡാണ് ഒ പി ഈക്വൽ ടു ഒ പി. ഇനി നമുക്ക് പറയാം ഒ എ എന്ന് പറഞ്ഞാൽ ഒ എ പെർപെൻഡിക്കുലർ ടു എ പി, കാരണം 90 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് പറയാം ഒ എയും ഒ പിയും എന്താണ്? പെർപെൻഡിക്കുലർ. ഒ എ പെർപെൻഡിക്കുലർ ടു പി എ എന്ന് പറയാം. അതുപോലെ ഒ ബി പെർപെൻഡിക്കുലർ ടു പി ബി എന്നും പറയാം. അത് മാത്രമല്ല നമുക്ക് പറയാം ആംഗിൾ എയും ആംഗിൾ ബിയും എത്രയാണ്? 90 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ ബിയും 90 ഡിഗ്രിയാണ്. ഇനി ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഏതെങ്കിലും മുകളിലെയോ താഴത്തെയോ കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്തിട്ട് ഞാൻ എടുക്കുകയാണ് ട്രയാങ്കിൾ എ ഒ പി എടുത്തിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പി ആണ്. എ പി ബി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മുകളിലെ ട്രയാങ്കിൾ എടുത്തിട്ട് പൈതഗോറസ് തിയറം പ്രകാരം പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പി. അപ്പോൾ നമുക്ക് എഴുതാം എ പി സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയർ ഈക്വൽ ടു നമുക്കതുപോലെ എഴുതാം ഒ പി സ്ക്വയർ ഈക്വൽ ടു ഒ ബി സ്ക്വയർ. 2 ട്രയാങ്കിളിലെയും നോക്കുകയാണെങ്കിൽ ആദ്യത്തേൽ എ പി സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. നമുക്ക് എന്താ വേണ്ടത്? പി ബി. അപ്പോൾ രണ്ടാമത് നോക്കുകയാണെങ്കിൽ പി ബി സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. ഇതെടുത്തിട്ടില്ല. കാരണം എന്താണ്? ഒ പി ഒ പിയുടെ ഈക്വൽ ആണ്. ഈ 2 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒ പിയും ഈ ഒ പിയും ഈക്വൽ ആണ്. അപ്പോൾ ഒ പി സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയറിന് എഴുതി. അതുപോലെ ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. അപ്പോൾ ഒ എയുടെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഒ ബി കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതുന്നത് എന്താ കിട്ടിയത്? എ പി എന്ന് പറഞ്ഞാൽ ഒ പി സ്ക്വയർ മൈനസ് ഒ എ സ്ക്വയറും അതുപോലെ തന്നെ ഈ ഒ എ ഒ പി ഈ ഒ പിയോട് ഈക്വൽ ആണ്. ഒ എ ഒ ബിയോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ബി സ്ക്വയർ ആണ് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടി ഒ പി സ്ക്വയർ മൈനസ് ഒ ബി സ്ക്വയർ. ഇതെന്താണ്? പി ബി ആണ്. പി ബി ആണ്. അപ്പോൾ നമുക്ക് പറയാം എ പി സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ എ പി ഈക്വൽ ടു പി ബി. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് എന്താണ്? നമുക്ക് എ പിയും പി ബിയും ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ട്രയാങ്കിൾ എടുത്ത് ആദ്യം എ പി ഒ എന്ന ട്രയാങ്കിൾ എടുത്ത് ആ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത്? ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒ എ ഈക്വൽ ടു ഒ ബി ആയതുകൊണ്ടും ഒ പി 2 ട്രയാങ്കിളിനും കോമൺ ആയതുകൊണ്ടും ഈ ഒ എ ഒ ബിക്ക് ഈക്വൽ ആണ്. ഈ ഒ പി ഒ പിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ 2 വശങ്ങളും കിട്ടി. അതിൽ നിന്ന് നമുക്ക് പി ബി എ പി പി ബിക്ക് എന്താണ്? ഈക്വൽ ആണെന്ന് എഴുതി. അപ്പോൾ നമുക്ക് പറയാം എ പി പി ബി എന്ന് പറയുന്ന തൊടുവരകൾ എന്താണ്? തുല്യമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വൃത്തകേന്ദ്രവും തൊടുവരകൾ ചേരുന്ന ബിന്ദുവും യോജിപ്പിക്കുന്ന വര ആരങ്ങൾക്കിടയിലെ കോണുകൾക്ക് സമഭാജിയാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ മൂന്നാമത്തേലെ ഫസ്റ്റ് പാർട്ട് വരെയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം തെളിയിക്കേണ്ടത് ഒ പി എന്നത് എന്താണ്? ഈ 2 ആംഗിളിൽ സമഭാജിയാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയത്? ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. ഒ പി ഈക്വൽ ടു ഒ പി ആണ്. കാരണം 2 ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ്. പിന്നെ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഈ 2 ടാൻജൻറ്റുകളും ഈക്വൽ ആണ് എന്നും പ്രൂവ് ചെയ്ത്. അപ്പോൾ ഈ 3 ഈക്വേഷൻ നമുക്ക് എന്താ പറയുന്നത് മനസ്സിലാക്കുക?
ഈ രണ്ട് ട്രയാങ്കിൾ എ പി ഒയും പി ഒ എയും ഈക്വലാണ്. കാരണം എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡുകൾ ഈക്വലാണ്. സൈഡുകൾ ഈക്വൽ ആവുമ്പോൾ തുല്യമായ സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഈ 3 ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിള് സർവ്വസമമാണ്. ട്രയാങ്കിൾ എ പി ഒയും ബി ഒ പിയും ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? സർവ്വസമമാണ്. അതായത് ഈ ആംഗിള് എ ഒ പി, ഈ ആംഗിളും ബി ഒ പി എന്ന് പറയുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒ പി എന്ന ലൈന് ഈ രണ്ട് ആംഗിളിനെയും ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് പറയാം, ഒ പി ഈസ് എ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഒ ബി, അല്ലെങ്കിൽ ഒ പി എന്നത് ആംഗിൾ ഒ എ പിയുടെ സമഭാജിയാണ്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ തെളിയിക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നോക്കി നോക്കാം. ഈ വര തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഞാണിന് ലംബ സമഭാജിയാണ് തെളിയിക്കുക. ഇതായിരുന്നു നമ്മുടെ ഫിഗർ. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് ഫിഗർ ഞാൻ പേരുകൾ കൊടുത്ത് എ പി ബി ക്യു അതുപോലെ ഒ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒ പി എ ബിക്ക് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ എ ക്യൂവും ബി ക്യൂവും എന്താണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, എ ക്യു ഒ. നമുക്ക് ആദ്യം എടുക്കാം ട്രയാങ്കിൾ എ ക്യു ഒയും ട്രയാങ്കിൾ താഴത്തെ ചെറിയ ത്രികോണം ബി ഒ ക്യൂവും എടുത്ത് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ഈക്വൽ എന്ന് അറിയാം? ഒ എയും ഒ ബിയും ഈക്വലാണ്. കാരണം നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുക? രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ ക്യു ഒ ബി ക്യു ഒ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് പറയാം എ ഒ ഈക്വൽ ടു ബി ഒ. നോക്കി നോക്കാം, എ ഒ ഈക്വൽ ടു ബി ഒ. റേഡിയസ് അല്ലെങ്കിൽ ആരങ്ങളാണ് എന്ന് പറയാം. റേഡിയസ് ആംഗിൾ എ ഒ ക്യു ഈക്വൽ ടു ബി ഒ ക്യു ആണ്. നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നിലെ ബി ഒ ക്യു നമ്മൾ ഓൾറെഡി നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാം ആംഗിൾ എ ഒ ക്യൂവും ബി ഒ ക്യൂവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, എ ഒ ക്യൂവും ബി ഒ ക്യൂവും. കാരണം നമ്മൾ തൊട്ട് മുന്നേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലൈൻ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും എന്തായി? ഈക്വലായി. ഇനി നമുക്ക് അടുത്ത് പറയാൻ വേണ്ടി പറ്റും, ഈ രണ്ട് ട്രയാങ്കിളും ഒ എയും ഒ ബിയും നമ്മൾ ഈക്വലാന്ന് എഴുതി നമുക്ക് എന്താ? ഈ ഒ ക്യു ഈക്വൽ ടു ഒ ക്യു എന്ന് പറയാം. കാരണം രണ്ട് ട്രയാങ്കിളുടെയും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പോൾ ഒ ക്യു ഈക്വൽ ടു ഒ ക്യു. ഇനി അടുത്തത് നോക്കി നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനോട് ഈക്വലാണ്. അവയ്ക്കിടയിലെ കോണുകളും ഈക്വൽ ആവുമ്പോൾ മൂന്നാമത്തെ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടി പറയാം, ഒ എയും ഒ ബിയും ഈക്വല്, ഒ ക്യൂവും ഈക്വല്. ഈ തുല്യമായ സൈഡുകളുടെ ഇടയിൽ കിടക്കുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഓൾറെഡി ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. നമുക്ക് എഴുതാം ട്രയാങ്കിൾ എ ഒ ക്യു ഈക്വൽ ടു ട്രയാങ്കിൾ ബി ഒ ക്യു. നമുക്ക് പറയാം തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യം. അപ്പോൾ എ ക്യൂവും ബി ക്യൂവും എന്തായി? ഈക്വലായി. നമ്മളോട് ആദ്യം പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? എ ക്യൂവും ബി ക്യൂവും എന്താണ്? തുല്യമാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത് ഒ പി
പെർപെൻഡിക്കുലർ ടു എ ബി. നമുക്കത് എടുക്കണമെങ്കിൽ നമുക്ക് എന്തെടുക്കേണ്ടി വരും? കോണുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പറയാം തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒ എയും ഒ ബിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഒ എയുടെ ഓപ്പോസിറ്റുള്ള കോണും ഒ ബിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് എഴുതാം ആംഗിൾ എ ക്യു ഒയും അതുപോലെ തന്നെ ആംഗിൾ ബി ക്യു ഒയും ഈക്വൽ ആയിരിക്കും. ഇനി ഈ രണ്ട് ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം എ ക്യു ഒയും ബി ക്യു ഒയും തമ്മിൽ ഉള്ള ആംഗിളുകൾ ചേരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈന് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും. കണ്ടോ? ലീനിയർ പെയർ. അത് നമുക്ക് എഴുതാം ആംഗിൾ എ ക്യു ഒ പ്ലസ് ആംഗിൾ ബി ക്യു ഒ ഈക്വൽ ടു ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അതാണ് ലീനിയർ പെയർ. അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ലീനിയർ പെയർ ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ അർത്ഥം അതിൻ്റെ പകുതി ആയിരിക്കും ഓരോ ആംഗിൾ. ദാറ്റ് മീൻസ് നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ എ ക്യു ഒയും ആംഗിൾ ബി ക്യു ഒയും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആവുമ്പോൾ ഇത് രണ്ടും പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് പറയാം എ ക്യൂയും ബി ക്യൂയും ഈക്വൽ ആണെന്ന് കിട്ടിയപ്പോൾ അതെന്താണ്? സമഭാഗമാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഒ പിയും എ ബിയും പെർപെൻഡിക്കുലർ ഡിഗ്രിയാണ്. ലൈനിലും എ ബിക്ക് എന്തായി? പെർപെൻഡിക്കുലറായി. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കുള്ളൂ? പെർപെൻഡിക്കുലർ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എ ബി ബി ക്യു എന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടി ഒ പിയും എ ബിയും എന്തായി? പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടി. നമുക്ക് നാലാം ചോദ്യം നോക്കാം. സാമ്പൂയ സാമാന്തരികത്തിൻ്റെ വശങ്ങൾ വൃത്തത്തിൻ്റെ തൊടുവരകൾ നോട്ട് ബുക്കിൽ ചിത്രം വരയ്ക്കുക. ഈ ചിത്രമല്ല, താഴത്തെ ചിത്രമാണ്. അപ്പോൾ നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കിളിൻ്റെ സെൻറ്ററും ഈ ടാൻജൻറ്റുമായിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്ററും സർക്കിളിൻ്റെ ഈ ടാൻജൻറ്റുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു. അതുപോലെ ഇവിടുന്ന് ഇത് ഇങ്ങോട്ടും കൂട്ടിയോജിപ്പിച്ചു. ഇത് മൊത്തം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. നോക്കി നോക്ക്, സർക്കിളിൻ്റെ ആരവും ഈ ടാൻജൻറ്റുമായി കൂട്ടിമുട്ടുന്ന തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് രണ്ടും 90 ഡിഗ്രി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ രണ്ട് വരകൾ 90 ഡിഗ്രി. ഈ 4 വശം നോക്കി നോക്ക്. ഇതെന്താണ്? ഈ 4 വശങ്ങൾ വരുന്ന ഒരു ചതുർഭുജാണ് അല്ലേ? ഈ ചതുർഭുജങ്ങളെല്ലാം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 360 കിട്ടും. ഇതിൽ ഈ 90 അതിൽ പോയി. അപ്പോൾ ഈ 90 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 90 തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടി. അപ്പോൾ ഇതും 90 180 അവിടെ പോയി. നമുക്ക് ഇതും തമ്മിൽ കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം. അതിലെ 40 ഇവിടെ പോയി. 180 40 പോയി എത്ര ബാക്കി? 180 40 പോയി കഴിഞ്ഞാൽ 140 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 140 ഡിഗ്രി. അതെങ്ങനെയാണ് കിട്ടിയത്? 4 തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടണം. ഇവിടെ 2 90 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. ഈ 90 തമ്മിൽ 90 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടി. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ 180ൽ നിന്ന് 40 മൈനസ് ചെയ്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ജോയിൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടും കൂട്ടി യോജിപ്പിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിക്കുക. ഈ ഫിഗറിൽ നിന്ന് വേണം നമ്മൾ വരയ്ക്കാൻ. ഇവിടെ 40 അല്ലേ? ഇവിടെ 140 ആവുമ്പോൾ ഇവിടെയും 140. ഇവിടെയും എത്ര ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെയും ബാക്കി എത്ര ആയിരിക്കും? 40 ഡിഗ്രി. ഇവിടെയും 40 ഡിഗ്രി.
ഒരു സർക്കിൾ ടോട്ടൽ എങ്കിൽ എത്രയെങ്കിലും 360. അപ്പോൾ നമുക്ക് അത്രയും തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 കിട്ടും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഡയാമീറ്റർ എത്ര പറഞ്ഞ് 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചിത്രം വരയ്ക്കാനായിട്ട് മൊത്തം ഡയാമീറ്റർ 4 അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. ഏതെങ്കിലും ഈ ഡയാമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്കിനി എത്ര ഡിഗ്രിയാണ് വേണ്ടത്? ഇവിടെ 140 ഡിഗ്രി. ഇവിടെ സെൻറ്റർ ആക്കി പൊട്ടാക്ടർ വെച്ച് 140 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ പോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പോയിന്റിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ഡയാമീറ്ററും കിട്ടും. അത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ത് കിട്ടി? ഡയാമീറ്റർ കിട്ടും. അതിനുശേഷം നമുക്ക് 90 ഡിഗ്രി വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് വേണ്ടത്. അടുത്തത് നമ്മൾ ഇവിടെ പൊട്ടാക്ടറോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ വെച്ചിട്ട് 90 ഡിഗ്രി ആദ്യം മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ അടുത്ത റേഡിയസിൽ പൊട്ടാക്ടറോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി അതുപോലെ ഈ സൈഡിലും ഈ റേഡിയസിൻ്റെ മുകളിൽ പൊട്ടാക്ടറോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും പൊട്ടാക്ടറോ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമുക്ക് മനസ്സിലാൻ ജസ്റ്റ് റഫായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? ശേഷം കൂട്ടി മുട്ടിക്കുക. ഒപ്പം ഒരു പെന്നായിട്ടോ ഒരു കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇങ്ങ് ഡാർക്ക് ചെയ്തിട്ട് വരച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ആ 90 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന സാമൂഹിക സാമാന്തരികം വശങ്ങൾ വൃത്തത്തിൻ്റെ തൊടുവരകളായി വരുന്ന ഫിഗർ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ അധ്യായത്തിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ചെയ്ത് തന്നെ പഠിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.